ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സിറിയക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതുണ്ടല്ലോ കൊച്ചിയിൽ രവിപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ വീഡിയോസ് കണ്ടാണെങ്കിൽ ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്തൊരു കാര്യം ചോദിച്ചായിരുന്നു. ഞാനിപ്പോൾ റീസെൻ്റ്ലി UK പോയല്ലോ. അപ്പോൾ എങ്ങനെയാണ് UK പോകേണ്ടത്, അവിടെ പോയിട്ട് സ്കോളർഷിപ്പ് കിട്ടുമോ ചേട്ടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ ഇമെയിൽസ് വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിന് ആർക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലാണ്. നിങ്ങൾക്ക് എങ്ങനെ UK പോകാം. ഇവിടെ ഒരു HDFC ബാങ്ക് ഉണ്ട്. ഈ ഒരു ബാങ്കിനോട് ചേർന്ന് ഫെയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് നമ്മുടെ സ്റ്റുഡൻസിനുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ നേരെ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. രാജ്, അതുപോലെ തന്നെ ലിഡിയ. ഇവര് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. എന്നോട് ഒത്തിരി സ്റ്റുഡൻസ് ചോദിച്ചാൽ ഒത്തിരി സ്റ്റുഡൻസ് ഞാൻ അവിടെ കണ്ടായിരുന്നു. അപ്പോഴേക്ക് നാട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് കുറെ ഇമെയിൽസ് ഒക്കെ വന്നു, എങ്ങനെയാണ് UK പോകുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽസ് ആയിട്ട് ഒത്തിരി പറഞ്ഞു കൊടുക്കേണ്ട അറിയത്തില്ല, നമുക്ക് ഒത്തിരി ഇൻഡൈറ്റുള്ള കാര്യം അറിയത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഏജൻസിയിൽ വന്നതിന്റെ കാര്യം സാർ തന്നെ ഒന്ന് പറയാം. കാരണം ഞങ്ങൾ സംസാരിച്ചപ്പോഴേക്കും സാറ് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയായിരുന്നു. അപ്പം ഫെയർ ഫ്യൂച്ചർ എന്താണെന്ന് പറയാം. ഓക്കെ, ഫെയർ ഫ്യൂച്ചർ ഒരു ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാണ്. ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് 18ാമത്തെ വർഷത്തിലേക്ക് റീച്ച് ചെയ്യും. 18 വർഷമായി കൊച്ചിയിലാണ് തുടങ്ങിയത്. ഏകദേശം ഇപ്പം 10,000 വിസ സ്റ്റുഡൻസ് നമ്മുടെ മേജർ മൈൽ സ്റ്റോണിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഫെയർ ഫ്യൂച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം സ്റ്റുഡൻസ്, ഞങ്ങളുടെ കൂടുതലും സ്റ്റുഡൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് കാനഡയിലേക്കും US-ലേക്കൊക്കെയാണ്. പക്ഷെ UK-ലേക്കും ധാരാളം സ്റ്റുഡൻസ് ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ പോകുന്നുണ്ട്. കാരണം വെച്ചാൽ റീസെന്റ് ഒരു കോവിഡിന് തൊട്ട് മുൻപായിരുന്നു UKPA-യുടെ പുതിയ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നു ഇമിഗ്രേഷൻ റൂൾസിനകത്ത്. ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന കുട്ടികൾക്ക് കോഴ്സിന് ശേഷം അവിടെ സ്റ്റേ ബാക്ക് ചെയ്യാം എന്നൊരു ചേഞ്ച് വന്നതോടുകൂടിയിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു UK-ലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന്റെ വോളിയത്തിൽ ഒരു സഡൻ ഇൻക്രീസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ UK സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻസിൽ ഒന്ന് തന്നെയാണ് വേൾഡിൽ UK എന്ന് പറഞ്ഞത്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. പിന്നെ എഡ്യൂക്കേഷൻ തന്നെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ കാണുന്ന പോലെ ഒരു ഓവർസീസ് എഡ്യൂക്കേഷന് പോകുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ ട്യൂഷൻ ഫീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വെച്ച് നോക്കുമ്പോൾ UK കുറച്ചും കൂടെ ബെറ്റർ ആണ്. നമ്മളുടെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് തൊട്ടുള്ള ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രാവൽ ചാർജസ് കുറവാണ്. പിന്നെ ഒരു മാക്സിമം 8 hours ട്രാവൽ. ഇപ്പം നോർത്ത് അമേരിക്കൻ സൈഡിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് 28 to 32 hours വരെയൊക്കെ ചിലപ്പോൾ എത്തും. പിന്നെ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും മറ്റു പല കൺട്രികൾ നോക്കുമ്പോഴത്തേക്കും ചില കേസുകളിൽ പ്രൊഫൈൽ കുറച്ച് വീക്ക് ആണെങ്കിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നോക്കുമ്പോഴത്തേക്കും UK വളരെ എളുപ്പമാണ് അങ്ങനെ നോക്കുന്നത്. പ്രൊസീജിയേഴ്സ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് ഓഫർ ലെറ്റർ വരിക. പിന്നെ മാത്രമല്ല UK-യിലെ കേസിൽ ഇപ്പം വേറൊരു അഡ്വാൻറ്റേജ് ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ സീറ്റ്സിന് വലിയ പ്രയാസമില്ല. മിക്കവാറും എല്ലാവർക്കും തന്നെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഫെയർ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഈ ഒരു UK-യുടെ ആസ്പെക്ട് മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടുന്ന് ധാരാളം സ്റ്റുഡൻസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടി തന്നെ പറയാൻ പറ്റുന്ന ഞങ്ങൾക്ക് 100% വിസ സക്സസ് ആണ്. റിജക്ഷൻ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈവൻ നോട്ട് ഈവൻ എ സിംഗിൾ സ്റ്റുഡന്റിന്റെ പോലും വിസ റിജക്ഷൻ ആയിട്ട് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ശരിക്കും സ്റ്റുഡൻസിന് ഭയങ്കര ടെൻഷനാണ്. ഇവർക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോഴേക്കും കാനഡയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. ആ ഒരു സമയത്ത് ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ടൈം ഒരുപാട് എടുക്കുന്നില്ല, പെട്ടെന്ന് വിസ ഡിസിഷൻ വരുന്നുണ്ട്. പിന്നെ വലിയൊരു പ്ലസ് പോയിന്റ് ഇപ്പൊ കാണുന്ന വെച്ചാൽ ഇപ്പൊ പല ആൾക്കാർ ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് NRIs ഇപ്പൊ വരുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ അവിടെ 10 വർഷമൊക്കെ ജോലി ചെയ്ത ശേഷം പിന്നെ അവിടുത്തെ സിറ്റുവേഷൻസിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് തിരിച്ചു വന്നിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് ഒരു ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും ഈ യൂറോപ്യൻ കൺട്രീസിലോ അല്ലെങ്കിൽ നോർത്ത് അമേരിക്കൻ കൺട്രീസിലോ അത്ര എളുപ്പമല്ല. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഈ UK നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ പോകുന്ന പലരും വിത്ത് ഫാമിലി ആയിട്ട് പോകാനായിട്ട് സൗദിയിലൊക്കെ കുറെ ആൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫാമിലി ആയിട്ട് ഡിറ്റാച്ച് ആയിട്ട് വന്നിട്ട്. അതെ. അപ്പൊ അങ്ങനെയുള്ള കേസ് നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് ധാരാളം സ്റ്റുഡൻസ് പോകുന്ന വിത്ത് ഫാമിലി പോകുന്നു. അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. കുട്ടികളടക്കം. ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ നമുക്കറിയാനുള്ളത് ഇനി എന്തൊക്കെ നമ്മുടെ വീഡിയോസ് ആണല്ലോ ഒത്തിരി ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവർ സ്റ്റാർട്ട് ചെയ്ത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എത്ര നാളെടുക്കും, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ സെബിൻ ചോദിച്ചത്. കാരണം പല കേസുകളിലും നമ്മൾ കാണുന്ന വെച്ചാൽ
ഒരുപാട് സ്റ്റുഡൻസ് വരുമ്പോഴും പലർക്കും ഇതിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് വലിയൊരു ധാരണയില്ല. അവര് പലയിടത്തുനിന്നും കേട്ടിട്ട് അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചെറിയ ചെറിയ അറിവുകൾ വെച്ചിട്ടൊക്കെ ചിലർ ആപ്ലിക്കേഷൻ സ്വന്തമായിട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് അങ്ങനെ പോകണം. എസ്പെഷ്യലി വിസ പ്രോസസ്സിംഗ്. നേരത്തെ പറഞ്ഞ പോലെ വിസ കിട്ടാനൊക്കെ എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി മറ്റു രാജ്യങ്ങളിൽ ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഞങ്ങളുടെ സിഇഒ ആണ് ലിഡിയ. ലിഡിയയുടെ കീഴിലാണ് UK അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ലിഡിയക്ക് കുറെ നന്നായിട്ട് അത് പറഞ്ഞു. ഇനിയിപ്പോണ്ടല്ലോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടും നമുക്ക് ലിഡിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അതായത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇത് എത്ര നാളെടുക്കും, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ നമുക്ക് പറഞ്ഞു തന്നാലോ. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ റിസപ്ഷനിലാണ്. അതായത് ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വരുമ്പോഴേക്കും അവർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? സാധാരണ നോർമലി ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവരുടെ പ്രൊഫൈൽ നോക്കും. അതായത് അവർക്ക് എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർ ഇയർ പാസ് ഔട്ട് എന്നാണ്, ഇനി അവർക്ക് സപ്ലി ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ടോ, അവർക്ക് IELTS ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഇനി സ്പൗസിനുമായിട്ട് ഒരുമിച്ചാണോ ട്രാവൽ ചെയ്യുന്നത്, ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നോക്കും. പിന്നെ ചില കുട്ടികൾ ഫീസ് സ്ട്രക്ചർ നോക്കുന്നുണ്ട്. അതായത് UK പല യൂണിവേഴ്സിറ്റീസും ഒരു 9 lakh മുതൽ മേൽപോട്ടാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് അവരുടെ ഒരു എത്ര വരെ അഫോർഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയിൽ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് യൂണിവേഴ്സിറ്റി ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കും. ചില കുട്ടികൾക്ക് സ്കോളർഷിപ്പ് റിക്വയർമെന്റ് ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ പെർസെന്റേജ് വെച്ച് അവർ ആ സ്കോളർഷിപ്പിന് എലിജിബിൾ ആയിരിക്കും. നല്ല മാർക്കുകളൊക്കെ ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ നല്ല IELTS സ്കോറൊക്കെ ഉള്ള സ്റ്റുഡൻസ്, സ്പൗസിനെ കൂടെ കൊണ്ടുപോകണം എന്ന റിക്വയർമെന്റ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ, ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുപോകണം എന്നാണെങ്കിൽ UK എല്ലാ യൂണിവേഴ്സിറ്റീസും സ്പൗസ് വിസ സപ്പോർട്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് നമ്മൾ അവർക്ക് വേണ്ടി ഫിൽട്ടർ ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ചില സ്റ്റുഡൻസിന് IELTS എഴുതാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ് IELTS ടെസ്റ്റ്. ചില യൂണിവേഴ്സിറ്റീസിന് IELTS നിർബന്ധമല്ല. ചിലപ്പോൾ +2 ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ മാർക്ക് നോക്കിയിട്ടായിരിക്കും അഡ്മിഷൻ IELTS എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ +2 ഇംഗ്ലീഷിന് 75% മിനിമം പറയുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് IELTS വേണ്ട. ചില യൂണിവേഴ്സിറ്റീസ് 65% മതി. ഇനി ചില യൂണിവേഴ്സിറ്റീസിന് +2 ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ മാർക്ക് അവർ നോക്കാതെ പകരം അവർ തന്നെ എന്തെങ്കിലും ഒരു ടെസ്റ്റ്, EPT പോലത്തെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ട് IELTS പകരം അവർ തന്നെ അവരുടെ യൂണിവേഴ്സിറ്റിയുടേതായ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ഒരു ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്തിട്ട് അഡ്മിഷൻ കൊടുക്കുന്നതും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ നോക്കി ഫിൽട്ടർ ചെയ്തിട്ടാണ് സ്റ്റുഡൻസിന് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓരോ സ്റ്റുഡൻസിനും വേറെ വേറെ ഓക്കെ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. എലിജിബിൾ ആണോ അല്ലേ എന്നുള്ള കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അഡ്മിഷൻ എടുക്കാനായിട്ട്? സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡന്റിന് ആ കുട്ടിയുടെ ഫുൾ അക്കാഡമിക് ഡോക്യുമെന്റ്സ്, അതായത് 10th +2 ഡിഗ്രി ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്സ്, അതിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് പാസ്പോർട്ടിന്റെ കോപ്പി. ഇതിന് പുറമെ UK അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് പ്രധാനമായിട്ടും വേണ്ടത് SOPയും ലെറ്റർ ഓഫ് റെഫറൻസസും ആണ്. SOP എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, വൈ ദിസ് യൂണിവേഴ്സിറ്റി. കാരണം ആ സ്റ്റുഡന്റ്, ആ കുട്ടി ആ ലെറ്ററിലൂടെ ആ കുട്ടി പറയുവാണ് ഞാൻ എന്തിന് ഈ പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, ഈ പെർട്ടിക്കുലർ കോഴ്സ് സെലക്ട് ചെയ്തു, പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് അവർ അഡ്മിഷൻ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതിന് പുറമെ ലെറ്റർ ഓഫ് റെഫറൻസസ് എന്ന് വെച്ചാൽ നമ്മൾ പ്രീവിയസ്ലി പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, അതിന് പുറമെ എംപ്ലോയർ ഉണ്ടെങ്കിൽ ആ എംപ്ലോയറിന്റെ അടുത്ത് റെക്കമെൻഡേഷൻ അതും വേണമെങ്കിൽ ഒരെണ്ണമായിട്ട് കൊടുക്കാം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ടുന്ന പ്രധാനമായിട്ട്. UK പല യൂണിവേഴ്സിറ്റീസിന് ആപ്ലിക്കേഷൻ ഫീസ് വേവ്ഡ് ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ 5 or 6 യൂണിവേഴ്സിറ്റിയിലോട്ട് ഒരു കുട്ടിക്ക് ഒരേ സമയം അപ്ലൈ ചെയ്യാം. അപ്പൊ എന്നിട്ട് ആ കുട്ടിക്ക് തീരുമാനിക്കാം ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോൾ അതിൽ ഏത് നമ്മൾ പ്രൊസീഡ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫീസ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ IELTS വേണ്ടാത്തതുകൊണ്ട് തന്നെ പല യൂണിവേഴ്സിറ്റികളും IELTS വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇപ്പം ഡയറക്റ്റ് പാസ് ഔട്ട് ആയ സ്റ്റുഡൻസിന് പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. IELTS വേണ്ടുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ പോലും സ്റ്റുഡൻസിന് നേരത്തെ അപ്ലൈ ചെയ്ത് കണ്ടീഷണൽ ഓഫ് ലെറ്റർ എടുക്കാം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസ് വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലോട്ട് ഇപ്പോൾ വിത്തൗട്ട് IELTS അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ IELTS വേണ്ടാതെ തന്നെ ഫുൾ ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇനിയിപ്പോ വരുന്ന നിയർ ഇൻടേക്ക് സെപ്റ്റംബർ ആണല്ലോ. എനിക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ. സെപ്റ്റംബർ ഇപ്പോഴേ നമ്മൾ ചെയ്തു തുടങ്ങിയല്ലേ, അതാ പിള്ളേരെ കണ്ടേ. ഇനിയിപ്പോ നമ്മുടെ നെക്സ്റ്റ് ഡൗട്ട് ഞാൻ അപ്ലൈ ചെയ്ത് ഓഫർ ലെറ്റർ കിട്ടി, അടുത്ത എന്താണ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് UK പല യൂണിവേഴ്സിറ്റീസും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇനിഷ്യലി കിട്ടുന്നത് കണ്ടീഷണൽ ഓഫർ ലെറ്റർ. കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയുമ്പോഴേക്ക് ഓഫർ ലെറ്ററിൽ എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടാവും. ഇപ്പോൾ IELTS വേണ്ടുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ IELTS കണ്ടീഷൻ വരും. നേരത്തെ പറഞ്ഞ പോലെ വേറെ യൂണിവേഴ്സിറ്റിയുടെ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ടെസ്റ്റ് റിക്വയർമെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കാര്യങ്ങൾ
ചെയ്യാനുണ്ട്. പിന്നെ മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റിയിലും പൊതുവെ ഉണ്ടാകുന്ന കണ്ടീഷൻ ട്യൂഷൻ ഫീ ഡെപ്പോസിറ്റ് ആണ്. അതായത് ഏതൊരു യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മൾ ഇനിഷ്യലി ആ സീറ്റ് റിസർവ് ആക്കുന്നതിന് വേണ്ടി അവർ പറയുന്ന ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ട്. അതായിരിക്കും കണ്ടീഷൻ വരുന്നത്. ചിലപ്പോൾ SOP കൊടുത്തത് അത്ര ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ അവർ രണ്ടാമത് വീണ്ടും സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡോക്യുമെന്റ്സ് പെൻഡിങ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ് എന്താണോ വേണ്ടത് ആ കണ്ടീഷനും ഉണ്ടാവും. ഇതാണ് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഓഫർ ലെറ്ററിൽ കാണുന്നത്. നോർമലി കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ യൂണിവേഴ്സിറ്റി ഇഷ്യൂ ചെയ്യും. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ ഇഷ്യൂഡ് ആയി കഴിഞ്ഞാൽ ചില യൂണിവേഴ്സിറ്റീസിനെങ്കിലും അവരൊരു ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടത്തുന്നത്. സ്കൈപ്പ് ആവും, ടെലിഫോണിക് കോഴ്സിലൂടെ യൂണിവേഴ്സിറ്റി റെപ്രസെന്റേറ്റീവ് വിളിച്ച് സംസാരിക്കും. അപ്പൊ അതിൽ അവർ ചെക്ക് ചെയ്തത് ഈ സ്റ്റുഡന്റ് ജെന്യുവൻ ഇൻട്രസ്റ്റ് ആണോ ഈ സ്റ്റഡി എന്ന് ഉദ്ദേശിക്കുന്നത്, പിന്നെ അവരുടെ ഫണ്ട് എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്, അവർ ആ കോഴ്സിന്റെ മൊഡ്യൂൾസ് ഒക്കെ ചോദിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇത്രയുമാണ് ഒരു ക്രെഡിബിലിറ്റി ഇന്റർവ്യൂവിൽ നടത്തുന്നത്. അത് ക്ലിയർ ആയി കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു കാര്യം ഇത്രയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും ഇതിനെക്കുറിച്ച് ഒരു ഡൗട്ട് ഉണ്ടാവില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അതിനാൽ നമുക്ക് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ആപ്ലിക്കന്റ് ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ പാസ്സായി, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താ? വൺസ് ഒരു ക്രെഡിബിലിറ്റി ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസ പ്രോസസ്സ്. പക്ഷേ ആ വിസ ഫയലിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി CAS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യണം. CAS കിട്ടിയാലേ ഒരു സ്റ്റുഡന്റിന് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ. CAS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഫോർ സ്റ്റഡീസ്. അതിന്റെ വാലിഡിറ്റി 6 months ആണ്. ഈ CAS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ്. യൂണിവേഴ്സിറ്റിയാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതൊരു 14 digit നമ്പറാണ്. ആ CAS നമ്പർ വെച്ചിട്ടാണ് ഒരു സ്റ്റുഡന്റിന് വിസയ്ക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത്. CASൽ പൊതുവെ എല്ലാ ഡീറ്റെയിൽസും മെൻഷൻഡ് ആയിരിക്കും. സ്റ്റുഡന്റിന്റെ അപ്ലൈ ചെയ്തപ്പോൾ മുതൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു യൂണിവേഴ്സിറ്റിയുടെ ലൈസൻസ് നമ്പർ ഉണ്ടാവും, അതിനകത്ത് സ്റ്റാർട്ട് ഡേറ്റ് ഉണ്ടാവും, എൻഡ് ഡേറ്റ് ഉണ്ടാവും കോഴ്സിന്റെ, പിന്നെ ഫിനാൻഷ്യലി എത്ര ഫണ്ട് ആ കുട്ടി കാണിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻലി ഒരു CAS എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ ഉണ്ടാവുന്നത്. ഈ ഒരു CAS എന്ന് പറയുന്ന ഡോക്യുമെന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡന്റ് മെയിൻലി പ്രൊഡ്യൂസ് ചെയ്യേണ്ട കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അതിലൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സപ്പോസ് ആ സ്റ്റുഡന്റിന് ട്യൂഷൻ ഫീസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന് വരുന്നത് ഒരു 50 lakhs ആണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഡെപ്പോസിറ്റ് എമൗണ്ട് അടച്ചിട്ടുണ്ടാവുന്നത് 5 lakh ആണ്. സോ ബാലൻസ് 10 lakh ആ സ്റ്റുഡന്റിന് അടക്കാനുണ്ട്. അതിന് പുറമെ ലിവിംഗ് എക്സ്പെൻസ് കാണിക്കണം. ഒരു സ്റ്റുഡന്റ് പഠിക്കാൻ പോകുമ്പോൾ ആ കുട്ടിക്ക് ആ രാജ്യത്ത് ജീവിക്കാനുള്ള ഫണ്ട് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് ഇന്നർ ലണ്ടൻ ആണെങ്കിൽ ഈ സ്റ്റുഡന്റ് പ്രൂവ് ചെയ്യേണ്ട ഫണ്ട് 12 lakhും ഔട്ടർ ലണ്ടൻ ആണെങ്കിൽ 10 lakhും. സപ്പോസ് ഒരു ഔട്ടർ ലണ്ടനിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു 15 lakhsന് 5 lakh അടച്ചിട്ടുണ്ട്, ബാലൻസ് 10 lakh അടക്കാനുണ്ട്, ആൻഡ് ലിവിംഗ് എക്സ്പെൻസ് 10 lakh പ്രൂവ് ചെയ്യണം. അപ്പൊ ടോട്ടൽ ഒരു 20 lakhsന്റെ 28 daysന്റെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, മെച്ചൂരിറ്റി വരുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, അല്ലാന്നുണ്ടെങ്കിൽ FDയുടെ കോപ്പി, അതും അല്ലാന്നുണ്ടെങ്കിൽ ലോൺ അപ്രൂവൽ ലെറ്റർ. ഈ ഡോക്യുമെന്റ് ആണ് പ്രധാനമായിട്ടും CASന് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് പുറമെ ഈ സ്റ്റുഡന്റ് ചിലപ്പോ പാരന്റ്സിന്റെ അക്കൗണ്ടിലായിരിക്കും ഈ ഫണ്ട് കാണിച്ചിട്ടുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പാരന്റിന്റെ ഒരു ലെറ്റർ, പിന്നെ അവരുടെ ഒരു അഫിഡവിറ്റ്, അതായത് സ്പോൺസർ ചെയ്യുന്നു എന്നുള്ള ഒരു അഫിഡവിറ്റ്, അതിന് പുറമെ പാരന്റ് സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് സ്റ്റുഡന്റിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെന്റ് കൊടുക്കണം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്യുന്നതിന്. പിന്നെ പ്രധാനമായും വേണ്ട മറ്റൊരു ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ മെഡിക്കൽ ആണ്. അതായത് മെഡിക്കൽ ഫോർ ട്യൂബർക്കുലോസിസ് ആണ് മെയിൻലി UK ചെയ്യേണ്ടത്. മെഡിക്കൽ എടുത്ത് അതിന്റെ സർട്ടിഫിക്കറ്റുമാണ് നമ്മൾ CASന് വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കൊടുക്കേണ്ടത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 working days ശേഷം CAS ഇഷ്യൂ ആവും. ചിലപ്പോൾ കുറച്ചും കൂടി നീട്ടിയായിരിക്കും കിട്ടുന്നത്. നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും ഒരു 20 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും 15 ലക്ഷം എന്ന് പറയുമ്പോഴേക്കും നമുക്കൊരു വലിയൊരു നമ്പറായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ലൈഫിലെ പ്രോഗ്രസ് നോക്കുവാണെങ്കിൽ അതൊരു വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ എഡ്യൂക്കേഷൻ. കേട്ടോ, നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് CAS കിട്ടി കഴിഞ്ഞ നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് ഫയൽ ചെയ്യുക എന്നതാണ്. അതാണ് അവസാനത്തെ പ്രോസസ്. വിസയ്ക്ക് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെർട്ടിക്കുലർ CAS എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, ആ ഒരു ഡോക്യുമെന്റ്. അതിന് പുറമെ ചില കോഴ്സുകൾക്ക് ATAS എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്. ATAS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സെൻസിറ്റീവ് കോഴ്സുകൾ ലൈക്ക് ബയോകെമിസ്ട്രി അല്ലെങ്കിൽ
മൈക്രോബയോളജി, ബയോഫിസിക്സ്, അതായത് അവരുടെ ആ ഒരു നാഷണൽ സെക്യൂരിറ്റിക്ക് ആ നോളജ് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കോഴ്സുകളാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ അറ്റാച്ച് സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. അതിന് പുറമെ എല്ലാ അക്കാഡമിക് ഡോക്യുമെന്റ്സും എക്സ്പീരിയൻസ് ഡീറ്റെയിൽസും മെഡിക്കലിന്റെ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വിസയ്ക്ക് ഫയൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ ആൾക്കാരെ ഡൗട്ട് ചോദിച്ചാൽ കുറെ ആൾക്കാരൊക്കെ ഓൾറെഡി അവർ സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴേക്കും എന്താ ചെയ്യേണ്ടത് അറിയാതെ പറ്റിപ്പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം ആർക്കും ആ ഒരു സ്റ്റേജ് വരുന്നത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ടെൻഷനായി. ഇതിപ്പോഴൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ വിസയുടെ നമ്മൾ ഈ അറ്റാച്ച് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കോഴ്സുകൾക്ക് ചില കോഴ്സുകൾക്ക് അറ്റാച്ച് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം. ഇപ്പൊ UK-ല് അപ്ലൈ ചെയ്യുന്നതിന് ആപ്ലിക്കേഷൻ ഫീസ് 3 രീതിയിലുണ്ട്. അതായത് നമുക്ക് നോർമൽ രീതിയിൽ സബ്മിറ്റ് ചെയ്യാം. നോർമൽ രീതിയിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 38,000 rupees ആണ് വരുന്നത്. നോർമൽ രീതി എന്ന് വെച്ചാൽ ആ വിസ ഡിസിഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള ടേൺ അറൗണ്ട് ടൈം വെച്ചിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 20 days കൊണ്ട് ഡിസിഷൻ കിട്ടും. ഇനി പ്രയോറിറ്റി ബേസിൽ ഫയൽ ചെയ്യാം. പ്രയോറിറ്റി ബേസിൽ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസ ചാർജ് വരുന്നത് ഒരു ബയോമെട്രിക് ഉൾപ്പെടെ ഒരു 62,000 ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ നമുക്കൊരു 7 working days കൊണ്ട് ഡിസിഷൻ കിട്ടും. ഞാനൊന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഞാൻ 5 രൂപ UK-ക്ക് പോകാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് സമയമില്ലായിരുന്നു, എനിക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്ത് പ്രയോറിറ്റി ആണ്. ഞാൻ അതിന് പുറമെ മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്, സൂപ്പർ പ്രയോറിറ്റി. അത് വിത്തിൻ 2 working days കൊണ്ട് കിട്ടും. പക്ഷെ അപ്പൊ റേറ്റ് കുറച്ചും കൂടി കൂടുതൽ 1 lakh ഒക്കെ വരുന്നത് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ. അതായത് വിസ ഡിസിഷൻ കുറച്ച് ക്വിക്ക് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ. ഇതിന് പുറമെ ഈ വിസ ഫീസിന് പുറമെ UK-ക്ക് വിസ ഫയലിംഗിന്റെ അന്ന് തന്നെ നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട മറ്റൊരു ചാർജ് ആണ് ഹെൽത്ത് സർചാർജ് എന്ന് പറഞ്ഞിട്ട്. അത് ഒരു 1 year കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 75,000, പിന്നെ ഡ്യൂറേഷൻ അനുസരിച്ചിട്ട് കൂടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഒരു വിസ ഫയലിംഗിന് വരെയും ഒരു സ്റ്റുഡന്റിന് വരുന്ന പ്രോസസ്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ വിസ കിട്ടാൻ എത്ര ദിവസം എടുക്കും? വിസ കിട്ടാനായിട്ട് നമ്മളിങ്ങനെ 20 days എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി കൂടാം. എന്നാലും അത്ര ഡിലേ ഇല്ല. ഒരു വിത്തിൻ 1 month ഒക്കെ കൊണ്ട് UK-ല് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഡിസിഷൻ കിട്ടുന്നുണ്ട്. ശരിക്കും ഉണ്ടല്ലോ, ഈ ഒരു നോളജ് എന്നെ മാത്രമല്ല ശരിക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിനോ ആർക്കെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവുന്ന ഒരു നോളജാണ്. ലിഡിയ എന്താണെങ്കിലും വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. ഇവരുടെ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വരണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ വരാനുള്ള മാപ്പിലെ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഫുൾ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ.